ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगण ललिता श्रीविशाखान्वितंश्च ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदीर्घस्तमहं प्रपद्ये। पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा। गुरुवे गौरचंद्राय राधिकाय तदालय कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो। हरे कृष्ण हरि ओम तत्सत। എല്ലാവർക്കും ഇന്നത്തെ ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ചൈതന്യ ചരിതാമൃത ആദ്യ ലീല 1-ാമത്തെ അധ്യായം 20-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. ഗ്രന്ഥേരാരംഭകരി മംഗളാചരണ ഗുരു വൈഷ്ണവ ഭഗവാൻ തീനേര സ്മരണ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഗ്രന്ഥേര ആരംഭേ കരി മംഗളാചരണ ഗുരു വൈഷ്ണവ ഭഗവാൻ തിനര സ്മരണ. ഹരേ കൃഷ്ണ. ഒരാൾ കൂടി. കൂടി പോയി. ഗുരു വൈഷ്ണവ ഭഗവാൻ തിനര സ്മരണ. ഹരേ കൃഷ്ണ പ്രഭു. In the beginning of this narration, simply by remembering the spiritual master, the devotees of the Lord, and the personality of Godhead, I have invoked their benedictions. അപ്പോൾ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്, അതായത് ഈ ചാപ്റ്ററിന്റെ ഈ അധ്യായത്തിന്റെ തുടക്കത്തില് അദ്ദേഹം എന്താണ് മംഗളാചരൺ, ഇൻവോക്കേഷൻ, എന്തിനു വേണ്ടിയിട്ട്? ഗുരുവും സ്പിരിച്വൽ ഗുരുവിനെ, പിന്നെ ഭക്തന്മാരെ, പിന്നെ ഭഗവാനെ, അവരുടെ ആശീർവാദത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. രണ്ടാമത്, തീനേര സ്മരണേ ഹയ വിഘ്ന വിനാശന അനായാസേ ഹയ നിജ വാഞ്ചിത പുരാണ. ഹരേ കൃഷ്ണ. തിനര സ്മരണേ ഹയ വിഘ്ന വിനാശന അനായാസേ ഹയ നിജ വാഞ്ചിത പുരാണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തേനേര സ്മരണേ ഹയ വിഘ്ന വിനാശന അനായാസേ ഹയ നിജ വാഞ്ചിത പുരാണ. ഹരേ കൃഷ്ണ. Such remembrance destroys all difficulties and when easily enables one to fulfill his devotees. അങ്ങനെ നമ്മള് ഗുരുവിനെ, വൈഷ്ണവന്മാരെ, ഭഗവാനെ നമ്മള് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ വഴിയിൽ വരുന്ന എല്ലാ വിഘ്നങ്ങളും നശിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ എന്തൊരു മംഗളകാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ ഇവരെ സ്മരിച്ച് വേണം, ഇവരുടെ അനുഗ്രഹ ആശീസ്സുകൾ എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളുടെ
വഴിയിൽ വരുന്ന എന്തെങ്കിലും വിഘ്നങ്ങളുണ്ടെങ്കിൽ അത് നിവർത്തി തരും എന്നാണ് പറയുന്നത്. സച്ച് റിമംബറൻസ് ഡിസ്ട്രോയ്സ് ഓൾ ഡിഫിക്കൽട്ടീസ് ആൻഡ് വെരി ഈസിലി എനേബിൾസ് ടു ഫുൾഫിൽ ഹിസ് ഡിസൈൻ. നമ്മളുടെ ആഗ്രഹം എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് കാര്യത്തിനാണ് നമ്മൾ പുറപ്പെടുന്നത്, അതെല്ലാം സാധിച്ചു തരാനുള്ള അനുഗ്രഹം നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടും എന്നാണ് പറയുന്നത്. സേ മംഗളാചരണഹയ ത്രിവിധ പ്രകാര വസ്തു നിർദ്ദേശാശീർവാദ നമസ്കാര. ഹരേ കൃഷ്ണ. സേ മംഗളാചരണ ഹയ ത്രിവിധ പ്രകാര വസ്തുനിർദേശ ആശീർവാദ നമസ്കാര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. സേ മംഗളാചരണഹയ ത്രിവിധ പ്രകാര വസ്തു നിർദ്ദേശ ആശീർവാദ നമസ്കാര. ഹരേ കൃഷ്ണ. Haribol. The invocation involves three processes: defining the objective, offering benediction, and offering obeisances. അപ്പോൾ ഇത് ഈ ഇൻവോക്കേഷൻ മംഗളാചരണം 3 പ്രോസസ്സ്. എന്താണ്? വസ്തു നിർദ്ദേശ, ആശീർവാദ, പിന്നെ പ്രണാം. അതാണ് ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്. ഓഫറിംഗ് ബെനഡിക്ഷൻ, നമുക്ക് കിട്ടുന്ന ആശീർവാദം, നമ്മളെ അവരെ പ്രണാമം ചെയ്യും. ഈ 3 കാര്യങ്ങളാണ് ഈ ഇൻവോക്കേഷനിൽ ഉള്ളത്. അതായത് ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്, ഓഫറിംഗ് ബെനഡിക്ഷൻസ് ആൻഡ് ഓഫറിംഗ് ഒബേസൻസ്. വസ്തു നിർദ്ദേശ, ആശീർവാദ ആൻഡ് പ്രണാം. ഇതാണ് ഈ 3 പ്രോസസ്സാണ് ഇതിലുള്ളതെന്ന് പറയുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞാണത്. പ്രഥമ ദ്വി ശ്ലോകേ ഇഷ്ടദേവ നമസ്കാര സാമാന്യ വിശേഷ രൂപേ ദ്വൈത പ്രകാര. ഹരേ കൃഷ്ണ. പ്രഥമ ദ്വി ശ്ലോകേ ഇഷ്ടദേവ നമസ്കാര സാമാന്യ വിശേഷ രൂപേ ദ്വൈത പ്രകാര. ഹരേ കൃഷ്ണ. പ്രഥമ ദ്വി ശ്ലോകേ ഇഷ്ടദേവ നമസ്കാര സാമാന്യ വിശേഷ രൂപേ ദ്വൈത പ്രകാര. The first 2 verses offer respectful obeisances generally and specifically to the Lord who is the object of worship. ആദ്യത്തെ 2 ശ്ലോകങ്ങൾ നമ്മൾ ഇത് തുടങ്ങിയില്ലേ, ചാപ്റ്ററിന്റെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ വീണ്ടും ഒന്നും കൂടി അത് നമ്മളെ മനസ്സിലാക്കി തരികയാണ് കൃഷ്ണദാസ് കവിരാജൻ. എന്തിനെ പറ്റിയാണ്? അതായത് പ്രണാമം അർപ്പിക്കുകയാണ് ജനറലായിട്ടും സ്പെസിഫിക്കലി ആർക്ക്? ടു ദ ലോർഡ്, ഭഗവാന്. ആ ഭഗവാനാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഓഫ് വേർഷിപ്പ്. ഒരുപാട് ആൾക്കാര് വർഷിപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, പലതരം. എല്ലാവരും സനാതന ധർമ്മം ഫോളോ ചെയ്യുന്ന ആൾക്കാർ, മിക്ക ആൾക്കാരും ആരെങ്കിലും വർഷിപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഒബ്ജക്റ്റ് ഓഫ് വേർഷിപ്പ് തെറ്റാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഒബ്ജക്റ്റ് ഓഫ് വേർഷിപ്പ് നമ്മുടെ ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത്, ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അതല്ലെങ്കിൽ നമ്മുടെ എല്ലാം പോയി, ലക്ഷ്യമെല്ലാം പോയി, നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. അപ്പോൾ ആ ഒബ്ജക്റ്റ് ഓഫ് വേർഷിപ്പ് ശരിയായി മാത്രം, അത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ചില ആൾദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന രീതി എല്ലാവരെയും ഒരേപോലെ ആയിരിക്കാം. ഓക്കെ, അവരുടെ നാമം ജപിക്കുന്നവരായിരിക്കും, അവരെ ആരാധിക്കുന്നവരെയും, അർച്ചന, വന്ദന, അങ്ങനെയുള്ള പല ലിംസ് ഓഫ് ഡിവോഷൻ സർവീസ് ഉണ്ട്. പക്ഷേ ദ വെരി ഒബ്ജക്റ്റ് ഓഫ് വേർഷിപ്പ് അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് കാര്യമുള്ളത്? ഒരു കാര്യമില്ല അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളുടെ ആ ലക്ഷ്യം തെറ്റാണെങ്കിൽ നമ്മൾ ആ പ്രോസസ്സ് കൊണ്ടൊരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഒബ്ജക്റ്റ് ഓഫ് വേർഷിപ്പ് ആരാണ്? സുപ്രീം ലോർഡ് ആയിരിക്കണം. അത് നമ്മൾ വളരെയായിരിക്കും. അല്ലെങ്കിൽ പറയും ഈ ക്ഷേത്രത്തിലും ആൾക്കാർ വേർഷിപ്പ് ചെയ്യുന്നുണ്ട്, ആ ക്ഷേത്രത്തിലും ആൾക്കാർ വേർഷിപ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ ആൾദൈവങ്ങൾ ഒരുപാടുണ്ട്, കുറെ ബാബാജിമാരെ വേർഷിപ്പ് ചെയ്യുന്നുണ്ട്. എന്തായിട്ട് അവരെല്ലാം ദൈവമായിട്ട് തെറ്റിദ്ധരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രോസസ്സ് ഒന്നാണെങ്കിലും കൂടിയിട്ട് ലക്ഷ്യം മാറിപ്പോയാൽ പിന്നെ ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ അതുകൊണ്ട് വളരെ അടിവര വെച്ചിട്ട് പറയാണ് ഇവിടെ, ദ സുപ്രീം ലോർഡ് ഈസ് ദ ഒബ്ജക്ട് ഓഫ് വർഷിപ്പ്. 24 തൃതീയ ശ്ലോകേരകരി വസ്തുര നിർദ്ദേശ യാഹ ഇതേ ജാനി പരതത്വേര ഉദ്ദേശ. ഹരേ കൃഷ്ണ. തൃതീയ ശ്ലോകേ ദേകാരി വസ്തുര നിർദ്ദേശ യഹ ഇതേ ജാനി പരതത്വരേതു ദേശ. ഹരേ കൃഷ്ണ. തൃതീയ ശ്ലോകേ കരി വസ്തുര നിർദ്ദേശ
यः हैदे जानी पर तत्वेरा उद्देश. Hare Krishna. In the third verse, I indicate the absolute truth, who is the ultimate substance. With such a description, one can visualize Supreme Truth. അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ആരാണ് ഉദ്ദേശിക്കുന്നത്? അബ്സല്യൂട്ട് ട്രൂത്ത്, പരമസത്യം. ഹു ഇസ് ദ അൾട്ടിമേറ്റ് സബ്സ്റ്റൻസ്. അതിന് മുകളിലൊന്നുമില്ല. ഓക്കെ, ഈ അസമ ഊർധ്വ, അൾട്ടിമേറ്റ്, സർവകാരണ കാരണം. വിത്ത് സച്ച് എ ഡിസ്ക്രിപ്ഷൻ വൺ ക്യാൻ വിഷ്വലൈസ് സുപ്രീം. അങ്ങനത്തുള്ള ആ ഒരു തത്വം മനസ്സിലാക്കുമ്പോഴേ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ആ പരമസത്യത്തെ. ടെക്സ്റ്റ് 25. ചതുർത്ഥ ശ്ലോകേരെ കരി ജഗത്തെ ആശീർവാദ സർവത്ര മാഗീയ കൃഷ്ണ ചൈതന്യ പ്രസാദ. ഹരേ കൃഷ്ണ. ചതുർത്ഥ ശ്ലോകിക്കാരി ജഗദേ ആശീർവാദ സർവത്ര മജിയേ കൃഷ്ണ ചൈതന്യ പ്രസാദ. ഹരേ ചതുർത്ഥ ശ്ലോകത്തെ കരി ജഗത്തെ ആശീർവാദ സർവത്ര മാഗീയേ കൃഷ്ണ ചൈതന്യ പ്രസാദ. In the fourth verse, I have invoked the benediction of the Lord upon all the world, praying to Lord Chaitanya for his mercy upon us. നാലാമത്തെ ശ്ലോകത്തില് എല്ലാവർക്കും ആശീർവാദം കൊടുക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു വൈഷ്ണവനാണ് കമ്പാഷൻ, കൃപ, അനുകമ്പ. മറ്റുള്ള ജീവജാലങ്ങളുള്ള ഒരു അനുകമ്പ വൈഷ്ണവന് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെ? വൈഷ്ണവൻ മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ആശീർവാദം കൊടുക്കണം. പരമപുരുഷോത്തം ഭഗവാൻ, അല്ലെ? പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ. അപ്പോൾ ആ ഭഗവാന്റെ ആശീർവാദം, ബെനഡിക്ഷൻ, അനുഗ്രഹം എല്ലാവർക്കും, ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും ഉണ്ടായിട്ട്, അപ്പോൾ ഓൾ ദ വേൾഡ്, എല്ലാവർക്കും. അതിനു വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭുവിനോട് ആ കൃപാ കടാക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നാലാമത്തെ ദിവസം ശ്ലോകെ കഹി ബാഹ്യാവതാര കാരണ പഞ്ചശാഷ്ടാ ശ്ലോകെ കഹി മൂല പ്രയോജന. Hare Krishna. Sei shloke kahi bahya avatara karana panchashashta shloke kahi moola prayojana. Hare Krishna. ഹരേ കൃഷ്ണ. ശൈ ശ്ലോകേ കഹി ഭാഗ്യാവതാര കാരണ പഞ്ചശസ്ത്ര ശ്ലോകേ കഹി മൂല പ്രയോജന. In that verse, I have also explained the external reason for Lord Chaitanya's incarnation, but in the 5th and 6th verses, I have explained the prime reason for his advent. അപ്പോൾ അതില് ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവത്തിന്റെ ബാഹ്യമായിട്ടുള്ള കാരണങ്ങളും 5ാമത്തെയും 6ാമത്തെ ശ്ലോകങ്ങളിലെ പ്രധാനപ്പെട്ട കാരണങ്ങളും അദ്ദേഹത്തിന്റെ ആവിർഭാവത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി വിവരിച്ചു എന്നാണ് പറയുന്നത്. 27. ये छाया श्लोके कही चैतन्येर तत्वा आरा पांचा श्लोके नित्यानंदेर महत्वा. ഹരേ കൃഷ്ണ. ഏ ഛായ ശ്ലോകേ കഹി ചൈതന്യേരേ തത്വ ആര പഞ്ച ശ്ലോകേ നിത്യാനന്ദേരേ മഹത്വ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹേച്ഛായ ശ്ലോകേ കഹി ചൈതന്യേര തത്വ ആര പഞ്ച ശ്ലോകേ നിത്യാനന്ദേര മഹത്വ. ഹരേ കൃഷ്ണ. In these 6 verses, I have described the truth about Lord Chaitanya, whereas the next 5, I have described the glory of Nityananda. അപ്പോൾ ആദ്യത്തെ 6 ശ്ലോകങ്ങളിലെ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് വിവരിച്ചു തന്നിരിക്കുന്നത്. പിന്നെ അടുത്ത 5 വേഴ്സസ് നിത്യാനന്ദ പ്രഭു. അപ്പോൾ ആദ്യത്തെ 6 ചൈതന്യ മഹാപ്രഭു, പിന്നത്തെ 5 നിത്യാനന്ദ പ്രഭു, പിന്നെ 2 അദ്വൈത ആചാര്യ, പിന്നെ പഞ്ചതത്വം. അങ്ങനെ 14 ശ്ലോകം. ആര ദ്വൈ ശ്ലോകേ അദ്വൈത തത്വൈഖ്യാന ആര ഏക ശ്ലോകേ പഞ്ചതത്വേര വ്യാഖ്യാന. ഹരേ കൃഷ്ണ. ആരാ ദ്വൈ ശ്ലോകേ അദ്വൈത തത്വാഖ്യാന ആര ഏക ശ്ലോകേ പഞ്ച തത്വരേ വൈഖ്യാന. Hare Krishna. Arya dui shloke advaita tattva kyana arya eka shloke pancha tattvara vyakyana. Hare Krishna. Very good. The next 2 verses describe the truth of Advaita Prabhu, and the following verse describes the Panchatattva, the Lord,
his plenary portion, his incarnation, his energies and his devotees. അപ്പോ അടുത്ത രണ്ട് നേരത്തെ പറഞ്ഞ പോലെ അടുത്ത രണ്ട് അദ്വൈത ആചാര്യ പീരീഡും അതിനുള്ളത് 14-ാമത്തെ എന്താണ് പഞ്ചതത്വ ഭഗവാൻ സ്വയം, അദ്ദേഹത്തിന്റെ എക്സ്പാൻഷൻ, പിന്നെ ഇൻകാർണേഷൻ, അതായത് അവതാർ അദ്വൈത, ഹിസ് എനർജീസ് ആൻഡ് ഹിസ് ഡിവോട്ടീസ്, ഗദാധര ആൻഡ് ശ്രീവാസ. ये 14 श्लोके करी मंगलाचरण, तन्हि मध्य कही सभा वस्तु निरूपण. हरे कृष्ण. यही 14 श्लोके करी मंगलाचरण, तन्हि मध्य कही सभा वस्तु निरूपण. हरे कृष्ण. हरे कृष्ण. यही 14 श्लोके करी मंगलाचरण, तन्हि मध्ये कही सब वस्तु निरूपण. हरे कृष्ण. These 14 verses therefore offer auspicious invocations and describe the supreme truth. അപ്പൊ ഈ ആദ്യത്തെ 14 വേഴ്സസ് എന്താണ്? മംഗളാചരണം. എല്ലാ ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവും അദ്വൈതാചാര്യയും പഞ്ചതത്വയും ഗുരുക്കന്മാരെയും എല്ലാവർക്കുമുള്ള ഒരു പ്രണാമമാണ്, ഇൻവോക്കേഷനാണ്, മംഗളാചരണമാണ്. എന്നതിനെ പറ്റിയിട്ട് ആൻഡ് ഡിസ്ക്രൈബ് ദ സുപ്രീം ട്രൂത്ത്. സഭാ ശ്രോതാ വൈഷ്ണവേരെ കരി നമസ്കാര, ഏ സഭാ ശ്ലോകേര കരി അർത്ഥ വിചാര. हरे कृष्ण. सभा श्रोता वैष्णवेर करी नमस्कार, यही सभा श्लोकेरे करी अर्थ विचार. हरे कृष्ण. सभा श्रोता वैष्णवेरे करी नमस्कार, ए सभा श्लोकेर करी अर्थ विचार. कृष्ण. I offer my obeisances to all my Vaishnava readers as I begin to explain the intricacies of all these verses. അപ്പോൾ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എല്ലാവർക്കും പ്രണാമം അർപ്പിക്കുകയാണ്. ഇനി ഇതിന്റെ ഇപ്പൊ ഇത്രയും ശ്ലോകങ്ങൾ പറഞ്ഞില്ല 14, അതിനെ എലോബറേറ്റ് ആയിട്ട് പറയാൻ പോവാണ്. അതിന്റെ ഇൻട്രിക്കസീസ് ഈ 14 ശ്ലോകത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇനി വിവരിക്കാൻ പോവാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 10-11 ശ്ലോകത്തിലെ ആദ്യത്തെ 14 വേഴ്സ് എന്താണ് ഒന്നും കൂടി അസേർട്ട് ചെയ്യാണ് ചെയ്തത്. ഇനി അതിനെ പറ്റിയിട്ട് ഇൻ ഡീറ്റെയിൽ പറയാൻ പോവാണ്. സകല വൈഷ്ണവ സുനകരി ഏകമന, ചൈതന്യ കൃഷ്ണേര ശാസ്ത്ര മത നിരൂപണ. हरे कृष्ण प्रभु जी. ഹരേ കൃഷ്ണ. सगल वैष्णव शुन करिए गमन, चैतन्य कृष्णेर शास्त्र मद निरूपण. हरे कृष्ण. അതാണ് കൂടി. हरे कृष्ण. सकल वैष्णव सुन करिय कमान, चैतन्य कृष्णेर शास्त्र मद निरूपण. I request all my Vaishnava readers to read and hear with rapt attention this narration of Sri Krishna Chaitanya as inculcated in the revealed scriptures. അപ്പൊ എല്ലാ വൈഷ്ണവ ഭക്തന്മാരോടും കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അപേക്ഷിക്കുകയാണ്, വിത്ത് റാപ്റ്റ് അറ്റൻഷൻ ഇത് കേൾക്കണം. അതായത് വളരെ ശ്രദ്ധിച്ചിട്ട് കേൾക്കണം. പ്രഭുപാദ പറയാറില്ലേ, ഡോണ്ട് റീഡ് മൈ ബുക്സ്, എൻ്റെ പുസ്തകം വായിക്കല്ല വേണ്ടത്, അത് പഠിക്കുകയാണ് വേണ്ടത്. സ്ക്രൂട്ടിനൈസിംഗ്ലി സ്റ്റഡി എന്ന് പറയുന്നത്. അല്ലാണ്ട് ജസ്റ്റ് നമ്മളൊരു നോവലോ പുസ്തകമോ വായിച്ച പോലെ വായിക്കാനല്ല. അതേപോലെ ഈ നരേഷൻ, അതായത് ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളെ പറ്റിയിട്ട്, അവതാരത്തിനെ പറ്റിയിട്ട്, തത്വത്വങ്ങളെ പറ്റിയിട്ട് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത് വളരെ റാപ്റ്റ് അറ്റൻഷൻ കൊടുക്കണം. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇതങ്ങനെ ഒരു TV-യിലെ സിനിമ കാണുന്ന പോലെ കാണാൻ പാടില്ല, അല്ലെങ്കിൽ കേൾക്കാൻ പാടില്ല. വളരെ ശ്രദ്ധയോടുകൂടി കേട്ടാൽ മാത്രമേ എന്താ നമുക്ക് അത് മനസ്സിലാക്കുള്ളൂ. അത് മാത്രമല്ല, ഭഗവാന്റെ കൃപാ കടാക്ഷം, അനുഗ്രഹം കൂടി വേണ്ടേ. നമ്മൾ അതിനെ വളരെ ലൈറ്റായിട്ട് എടുത്താൽ ഭഗവാൻ ലൈറ്റായിട്ട് എടുക്കും. അത് മനസ്സിലാക്കണം. ചൈതന്യ മഹാപ്രഭു ആരാണ്, അദ്ദേഹത്തിന്റെ ആവിർഭാവത്തിന്റെ ഉദ്ദേശം എന്താണ്, എങ്ങനെയാണ് ഈ കലിയുഗത്തില് നാമസങ്കീർത്തനം അദ്ദേഹം പ്രചരിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കുക തന്നെ വേണം. Lord Chaitanya is the absolute truth, Krishna himself. This is substantiated by evidence from the authentic spiritual scriptures. നേരത്തെ പറഞ്ഞ പോലെ
അതായത് ചൈതന്യ മഹാപ്രഭു ഒരു ഹിഡൻ അവതാരമാണ്, ചന്ന അവതാരം. ഓക്കെ, അങ്ങനെ ഓപ്പൺലി ഡിസ്ക്ലോസ് ചെയ്യാത്ത ഒരു അവതാരമാണ്. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ചൈതന്യ മഹാപ്രഭു ഭഗവാനാണെന്ന്, അവതാരിയാണ് അല്ലെങ്കിൽ സ്വയം കൃഷ്ണനാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഇത് വളരെ ഓപ്പൺലി ഡിസ്ക്ലോസ് ചെയ്യാത്ത ഒരു അവതാരമായതുകൊണ്ട്. അതിന് അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഓപ്പൺലി ഡിസ്ക്ലോസ് ചെയ്യാത്തത്? അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. എന്തായാലും അത്രയും സുഹൃതം ചെയ്ത ഭക്തന്മാർക്ക് മാത്രമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ അവതാരം മനസ്സിലാക്കാൻ പറ്റും. അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരമാണെങ്കിലും അത് സ്വയം ഭഗവാനാണ്, അവതാരിയാണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതില് ഓത്തന്റിക് സ്ക്രിപ്ചറൽ എവിഡൻസസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈതന്യ ഉപനിഷത്ത്, ഓക്കെ, അഥർവ വേദത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഇതാണ്, അതിന്റെ എവിഡൻസസ് ആണ്, അതിന്റെ ശ്ലോകങ്ങളാണ്. അത് ഭക്തി വിനോദ് ഠാക്കൂറാണ്, 19 ശ്ലോകങ്ങളുണ്ടായിരുന്നു. അതല്ലാണ്ട് വായുപുരാണം, നരസിംഹപുരാണം, ഒരുപാട് പുരാണങ്ങളുണ്ട്. നമ്മുടെ ഭാഗവത്തിലുണ്ട്, പിന്നെ അതുപോലെ വിഷ്ണു സഹസ്രനാമത്തിലുണ്ട്. അങ്ങനെ ഒരുപാട് പുരാണങ്ങളില് ഡയറക്ട്ലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ചൈതന്യ മഹാപ്രഭു എവിടെ, ആരുടെ മകനായിട്ട്, എന്ത് ഉദ്ദേശത്തോട് ഇവിടെ ആവിർഭവിച്ചു, ഇതെല്ലാം ഡയറക്ട്ലി ഉണ്ട്. പക്ഷെ ഇതൊന്നും ഗുഹ്യം. കാരണം എന്തുകൊണ്ട് ഗുഹ്യം? അത് എല്ലാവർക്കും ഇത് മനസ്സിലാവില്ല. സച്ചിമാതാവിന്റെയും ജഗന്നാഥ് മിശ്രയും മകനായിട്ട് മായപ്പുള്ളി ജനിക്കുന്നു, സന്യാസിയായിട്ട് ജീവിക്കുന്നു, നാമപ്രചരണം ചെയ്യുന്നു, ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പല പുരാണങ്ങളുണ്ട്. എന്നിട്ടും നമുക്കിത് മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ നമുക്കതിനുള്ള സുഹൃതി ഇല്ല എന്നർത്ഥം. ഒരുപാട് റിവീൽ സ്ക്രിപ്റ്റേഴ്സിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവത്തിനെ പറ്റിയുണ്ട്. അതുകൊണ്ട് ഒരു സംശയം കൂടാതെ നമുക്ക് ആരോട് വേണമെങ്കിൽ പറയാൻ പറ്റും, ആർക്ക് വേണമെങ്കിൽ ഇത് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പുരാണങ്ങളിൽ ആർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, എപ്പോ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ചൈതന്യ മഹാപ്രഭു ആരാണെന്നുള്ളത്. ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. ഓതന്റിക് ആണത്. ആരെങ്കിലും ഒരാൾ പറയാണ് ഇന്ന ആള് ഭഗവാനാണ് അല്ലെങ്കിൽ അവതാരമാണ്, യെസ്, കുഴപ്പമില്ല, നമ്മൾ വിശ്വസിക്കാം. പക്ഷെ അതിനുള്ള എവിഡൻസ് എന്താ? അല്ലെ? വേദങ്ങൾക്ക് എസ്പെഷ്യലി ഭഗവാൻ കൃഷ്ണൻ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്നുള്ളതിന് അതിന് എവിഡൻസ് വേണ്ട. കാരണം ഭഗവത്ഗീത അർജുന് പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? ഭഗവാൻ തന്നെ സ്വയം പറയുന്നുണ്ട് ഭഗവാൻ. അത് മാത്രമല്ല എല്ലാ ആചാര്യന്മാരും, അല്ലെ, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം ആഹുസ്തം ഋഷയെ സർവേ ദേവർഷി നാരദസ്തത ആഷിതോ ദേവനോ വ്യാസോ സ്വയം ചൈവ പ്രവേശിക്കും എന്നുണ്ട് അർജുനൻ പറയുന്നത്. അതായത് ഭഗവാന്റെ എല്ലാ ക്വാളിറ്റീസും 9 ക്വാളിറ്റീസും പറയാണ്. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ. അങ്ങനെ 9 ക്വാളിറ്റീസ് നിരത്തി വെച്ചിട്ട് പറയാണ്. ഇത് എൻ്റെ അഭിപ്രായം മാത്രമല്ല, ആരാണ്? ആഷിതോ ദേവലോ വ്യാസ, ഇവരെല്ലാവരും പറയുന്നതാണ്. എൻ്റെ അഭിപ്രായം ആൾക്കാർ പറയും അർജുനും ഭഗവാനും എന്താണ് സുഹൃത്ത് ബന്ധമുണ്ട്, അതുകൊണ്ട് ഭഗവാനെ ഒന്ന് പൊക്കി വെക്കാണ്, ഫ്ലാറ്റർ ചെയ്യാന്ന് പറയും. ഇത് അതിന്റെ ആവശ്യമില്ല. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല. അങ്ങനെ എല്ലാ സെയിൻലി പേഴ്സണാലിറ്റീസും, ആഷിത, ദേവല, വ്യാസ, ഇവരെല്ലാവരും ഇതന്നെ പറയുന്നത്. അതുമാത്രമല്ല സ്വയം ഭീഷ്മ, അതായത് സ്വയം ഭഗവാൻ ഉടനീളം, ഭഗവത്ഗീതയിലെ ഉടനീളം ഡയറക്ട്ലി ഇൻഡയറക്ട്ലി അതന്നെ പറയുന്നത്. അഹം സർവസ്യ പ്രഭോ മഥാ സർവം പ്രവർത്തിയതേ, അല്ലെ? പിന്നെ ഞാനല്ലാണ്ട് വേറെ സത്യമില്ല, നാഥ പരതരോ അന്യത്. അങ്ങനെ ഏതൊരു ശ്ലോകം എടുത്താലും അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഭഗവാൻ ആരാണെന്ന് നമുക്ക് ഭഗവത്ഗീതയെന്നും ഭാഗവതെന്നും മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും മനസ്സിലാക്കും. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന്റെ അങ്ങനെയല്ല. ചൈതന്യ മഹാപ്രഭുവിന്റെ അത് വളരെ വളരെ ലിമിറ്റഡ് ആൾക്കാർക്ക് ഇത് അറിയുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ അത് എന്താണ്, ചന്ന അവതാരമാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ കാര്യം വരുമ്പോൾ അവിടെ ഒരു സപ്പോർട്ടിങ് എവിഡൻസിന്റെ ആവശ്യമില്ല. നമുക്ക് എവിടെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, എന്താണ്, അത് സെൽഫ് എവിഡന്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് എക്സ്യൂമാറ്റിക് ട്രൂത്ത് പറയുന്നത്. സെൽഫ്, അതിന് സപ്പോർട്ടിങ് എവിഡൻസ് വേണ്ട, ഒരു സപ്പോർട്ടിങ് ശ്ലോകങ്ങൾ വേണ്ട. ഭഗവാൻ കൃഷ്ണന്റെ ആ ഒരു അബ്സല്യൂട്ട് ട്രൂത്ത്, പരമസത്യം എന്നുള്ള പൊസിഷനെ നമ്മുടെ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാൻ അത് സെൽഫ് എവിഡന്റ് ആണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ അങ്ങനെയല്ല. ചൈതന്യ മഹാപ്രഭുവിനെ എവിഡൻസ് പറഞ്ഞാലേ മറ്റുള്ളവർക്ക് വിശ്വാസം വരില്ല. അതിന് ഇഷ്ടം പോലെ എവിഡൻസ് നമുക്ക് സ്ക്രിപ്റ്റേഴ്സ് കിട്ടും. അതാണ് ഇവർ പറയുന്നത്, ഓത്തന്റിക് സ്ക്രിപ്റ്റേഴ്സ്. Sometimes people accept a man as God on the basis of their whimsical sentiments and without reference to the revealed scriptures.
ചില ആൾക്കാർ നേരത്തെ പറഞ്ഞ പോലെ ചില ആൾദൈവങ്ങളെ ഭഗവാനായിട്ട് കണക്കാക്കുന്നു, ഭഗവാനായിട്ട് അവർ ഉപാസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ യാതൊരു കഴമ്പുമില്ല. കാരണം അത് റിവീൽ സ്ക്രിപ്റ്റേഴ്സിൽ അവരുടെ യാതൊരു പ്രൂഫും ഇല്ല അവർ ഭഗവാനാണെന്നുണ്ട്. എന്തെങ്കിലും പ്രൂഫ് എവിടെയെങ്കിലും വേണ്ടേ? അപ്പൊ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പൊ അതൊക്കെ അവരെല്ലാം മിസ്ഗൈഡഡ് ആണ്, അവരെല്ലാം മിസ്ഗൈഡഡ് ആണ്. ബട്ട് ദ ഓഥർ ഓഫ് ചൈതന്യ ചരിതാമൃത പ്രൂവ്സ് ഓൾ ദി സ്റ്റേറ്റ്മെന്റ്സ് ബൈ സൈറ്റിംഗ് ദ ശാസ്ത്ര. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വിംസിക്കലി അല്ല പറയുന്നത്, ഇതിനെ തീർച്ചയായിട്ടും അതിൻ്റെ വേണ്ടുന്ന എവിഡൻസസ്, അതിന് വേണ്ടുന്ന പ്രൂഫ് സഹിതമാണ് ശാസ്ത്രത്തിൽ നിന്ന് എടുത്ത് കോട്ട് ചെയ്ത് പറഞ്ഞു തരുന്നത്. Thus he establishes that Chaitanya Mahaprabhu is the supreme personality of Godhead. അങ്ങനെ പല ശാസ്ത്രങ്ങളിൽ നിന്നും അതിനുള്ള എവിഡൻസസ് നിരത്തി വെച്ചിട്ടാണ് ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാനാണ്, അവതാരിയാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ ആണെന്ന് പറഞ്ഞു തരുന്നത്. കൃഷ്ണ ഗുരു ഭക്ത ശക്തി അവതാര പ്രകാശ കൃഷ്ണയെ ഛായ രൂപേ കരേന വിലാസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരു ഭക്ത ശക്തി അവതാര പ്രകാശ കൃഷ്ണ ഏയി ഛായ രൂപേ കരേന വിലാസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരു ഭക്ത ശക്തി അവതാര പ്രകാശ കൃഷ്ണയേ ഛായ രൂപേ കരന വിലാസ. Lord Krishna enjoys by manifesting himself as the spiritual masters, the devotees, the diverse energies, the incarnations, the plenary portions. They are all 6 in 1. അപ്പോൾ 6 തത്വങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരു 6 പഞ്ചതത്വം വേറെ, ഇത് 6. എന്താണ് 6? ഭഗവാൻ സ്വയം, പിന്നെ ഗുരുജനങ്ങള്, ഗുരു അല്ല, ഗുരു സ്പിരിച്വൽ മാസ്റ്റേഴ്സ്, ഗുരുൺ, ദ ഡിവോട്ടീസ് ഭക്തന്മാരെ, ഡൈവേഴ്സ് എനർജീസ് ഭഗവാന്റെ ശക്തി, അവതാരങ്ങൾ ഇൻകാർണേഷൻ, പ്ലാനറി എക്സ്പാൻഷൻസ്, ഇത് എല്ലാം കൂടിയിട്ടുള്ള തത്വമാണ് ഭഗവാൻ. ഈ 6 തത്വങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഏച്ഛായ തത്വേരകരി ചരണ വന്ദന പ്രഥമേ സാമാന്യകരി മംഗളാചരണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഏച്ഛായ തത്വരകരി ചരണ വന്ദന പ്രഥമേ സാമാന്യകരി മംഗളാചരണ. ഹരേ കൃഷ്ണ. I therefore worship the lotus feet of these 6 diversities of the one truth by invoking their veneration. എന്താണ് പറയുന്നത്? അതുകൊണ്ട് ഞാൻ ഉപാസിക്കുന്നു, ആരാധിക്കുന്നു ഈ 6 ഡൈവേഴ്സിറ്റി, 6 പ്രിൻസിപ്പിൾസ്, 6 തത്വങ്ങളെ. എല്ലാം ഒരേ സത്യത്തിന്റെ, ഒരേ പരമസത്യത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഇതാണ്, ആസ്പെക്ട്സ് ആണ്. എങ്ങനെ? ബൈ ഇൻവോക്കിംഗ് ദെയർ, അവരുടെ ആശീർവാദം കാക്ഷിച്ചുകൊണ്ട് ഞാൻ അവരെ ഉപാസിക്കുന്നു എന്ന് പറയുന്നു. വന്ദേ ഗുരും ഈശഭക്താൻ ഈശം ഈശാവതാരകാൻ തത് പ്രകാശം ച തത് ശക്തി കൃഷ്ണ ചൈതന്യ സംജ്ഞകം. ഹരേ കൃഷ്ണ. വന്ദേ ഗുരു ഈശഭക്താൻ ഈശം ഈശാവതാരകാൻ തത് പ്രകാശം ച തത് ശക്തി കൃഷ്ണ ചൈതന്യ സംജ്ഞകം. ഹരേ കൃഷ്ണ. വന്ദേ ഗുരു ഈശാ ഭക്താൻ ഈശാം ഈശാവതാരകാൻ തത്പ്രകാശം സ ചത്തക്ഷേ കൃഷ്ണ ചൈതന്യ സംജ്ഞകം. I offer my respectful obeisance unto the spiritual master, the devotees of the Lord, the Lord's incarnation, planetary portion, energies, and the primal Lord himself, Sri Krishna Chaitanya. വീണ്ടും പ്രണാമം. അല്ലെ ഗുരുജനങ്ങളെ, ഭക്തന്മാരെ, ഇൻകാർണേഷൻസ് അവതാരങ്ങളെ, പ്ലാനറ്ററി പോർഷൻ എക്സ്പാൻഷൻസ്, എനർജി ശക്തി, primal Lord ഭഗവാൻ സ്വയം, Sri Krishna Chaitanya. Krishnadas Kaviraj Goswami has composed this Sanskrit verse for the beginning of his book, and now he will explain it in detail. He offers his respectful obeisances to 6 principles of the absolute truth. പരമസത്യത്തിന്റെ 6 തത്വങ്ങൾ ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. Guru is plural in number because anyone who gives spiritual instructions based on the revealed scriptures is accepted as spiritual master. അവിടെ ഒരു ഗുരു അല്ല, ഗുരുൺ പ്ലൂറൽ ആണ്. ഒരുപാട് ഗുരുക്കളാവാം. ഓക്കെ, ദീക്ഷാഗുരു ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ദീക്ഷാഗുരു ഒന്നാണെങ്കിലും ശിക്ഷാഗുരു എത്ര വേണമെങ്കിലും ആവാം.
സോ അതുകൊണ്ട് പ്ലൂറൽ നമ്പർ, ബിക്കോസ് എനിവൺ ഹു ഗീവ്സ്. അപ്പൊ നമുക്ക് ശിക്ഷാഗുരു ഉണ്ട്, ദീക്ഷാഗുരു ഉണ്ട്, ചൈത്യഗുരു ഉണ്ട്, വർത്തമ പ്രദർശക അല്ലെങ്കിൽ പദപ്രദർശക ഗുരു ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും അവിടെ പ്രണാമം അർപ്പിക്കുകയാണ്. അപ്പോ എന്താണ് പറയുന്നത്? ഗുരു ഈസ് പ്ലൂറൽ ഇൻ നമ്പർ ബിക്കോസ് എനിവൺ ഹു ഗീവ്സ് സ്പിരിച്വൽ ഇൻസ്ട്രക്ഷൻ. ആരാണോ ഈ ആധ്യാത്മിക തലത്തിലുള്ള നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ തരുന്നത്, അവർ നമ്മളെ ഗുരുവായിട്ട് കാണും. Based on the revealed scriptures, is accepted as a spiritual master. Although others give help in showing the way to beginners, the guru who first initiates one with Mahamantra is to be known as the initiator, and the saints who give instructions for progressive advancement in Krishna consciousness is called instructing spiritual master. ആരാണോ മഹാമന്ത്രം നമുക്ക് തരുന്നത്, ദീക്ഷ തരുമ്പോൾ നമുക്ക് മന്ത്രം തരും അല്ലേ? ആ മന്ത്രം എപ്പോഴും നമ്മൾ ഗുരുവിന്റെ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. അതിൻ്റെതായിട്ടുള്ള നിബന്ധനകളുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്റ്റിംഗ് സ്പിരിച്വൽ മാസ്റ്റർ ആണ് ദീക്ഷാ ഗുരു. ബാക്കി എല്ലാവരും ഗൈഡിങ് സ്പിരിച്വൽ മാസ്റ്റർ, ശിക്ഷാ ഗുരുക്കളാണ്. അപ്പോൾ ഇത് അതുകൊണ്ട് അത് ശിക്ഷാഗുരുവിന് ശരി ദീക്ഷാഗുരുവിന് ശരി നമ്മുടെ ആധ്യാത്മിക തലത്തില് പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നിടത്തോളം കാലം. So the initiating and instructing spiritual masters are equal and identical manifestation of Krishna. ഇതും കൂടി, അതായത് അത് ശിക്ഷാഗുരുവിന് ശരി ദീക്ഷാഗുരുവിന്, ഇതെല്ലാം ഭഗവാന്റെ മാനിഫെസ്റ്റേഷൻ, ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് നമ്മൾ മറക്കാൻ പാടില്ല. ആൻഡ് although they have different dealings, their function is to guide the conditioned soul back home, back to God. എന്താണ് അവരുടെ ഉദ്ദേശം? അതായത് തൻ്റെ ശിഷ്യഗണങ്ങളെ തിരിച്ച് ഭഗവദ്ധാമിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഉത്തരവാദിത്തമാണ് അവരുടെ. ആ ഉത്തരവാദിത്വം നിറവേറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളും സഹകരിക്കണം. നമ്മളെങ്ങനെ കാണിച്ചാൽ, ഒരു പ്രാവശ്യം നമ്മൾ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ ആ ഗുരു ആയിരിക്കണം നമ്മളുടെ എല്ലാം. ഗുരുവിന്റെ ഗുരുമുഖ പത്മവാക്യം അല്ലെ? ഗുരുമുഖത്ത് നിന്ന് എന്താണോ കേൾക്കുന്നത്, എന്ത് ഇൻസ്ട്രക്ഷൻ ആണ്, അത് നമ്മുടെ ലൈഫ് ആൻഡ് സോൾ ആയിരിക്കണം. നമുക്കൊരു പ്രത്യേകം അജണ്ട ഉണ്ടാവാൻ പാടില്ല. ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിയോട് പറയുന്ന പോലെ, സനാതന ഗോസ്വാമി ഒരു പ്രാവശ്യം ഒരു അസുഖം കാരണം സ്കിൻ ഡിസീസ് വന്നപ്പോൾ ചൈതന്യ മഹാപ്രഭു എപ്പോഴും അദ്ദേഹത്തിനെ ആലിംഗനം ചെയ്യുന്നു. ചൈതന്യ മഹാപ്രഭു ഈ പാപിയായ എന്നെ, ഇങ്ങനെ എനിക്കൊരു സ്കിൻ ഡിസീസ് ഉണ്ട്, എന്നെ എപ്പോഴും ആലിംഗനം ചെയ്യുന്നു. അത് ഞാൻ ഭയങ്കര, അതായത് ഒരു പാപമാണ് ചെയ്യുന്നത്. ഇത്രയും വലിയ ഭഗവാൻ എന്നെ, ഈ ദേഹം ചീഞ്ഞണിഞ്ഞിട്ടുള്ള ദേഹമാണ്, അതിനെ ആലിംഗനം ചെയ്യുമ്പോൾ ഞാൻ പാപം ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ ഇത് മനസ്സിലാക്കുന്ന ചൈതന്യ മഹാപ്രഭു പറയാണ്, യു ഓൾറെഡി ടേക്കൺ ഷെൽട്ടർ ഓഫ് മീ, എന്നെ അഭയം പ്രാപിച്ചിട്ടുണ്ട് അല്ലെ? ഈ ശരീരം നിങ്ങളുടെ അല്ല. അപ്പൊ എന്റെ സമ്മതം കൂടാതെ ഈ ശരീരത്തിനെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും? ദിസ് ബോഡി ബിലോങ്സ് ടു മീ. ചൈതന്യ മഹാപ്രഭു പറയുന്നത് സനാതന ഗോസ്വാമിയുടെ. ഒരു പ്രാവശ്യം ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഗുരുവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിന് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഗുരു എന്താണ് പറയുന്നത് ചെയ്യണം. അല്ലെങ്കിൽ അവിടെ സബ്മിഷൻ വരുന്നില്ല, സറണ്ടറൻസ് വരുന്നില്ല. അതാണ് ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമി പറഞ്ഞത്, ഈ ബോഡി നിങ്ങളുടെയല്ല, യു ഓൾറെഡി ടേക്കൺ ഷെൽട്ടർ ഓഫ് മീ, എന്നെ ആശ്രയിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽക്ക് എൻ്റെ അറിവ് കൂടാതെ ഈ ദേഹത്തിനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അതേപോലെ നമ്മളും തിരിച്ച് ഭഗവദ്ധാമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ദീക്ഷ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണോ ഗുരു നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യുന്നത്, നിർദ്ദേശിക്കുന്നത്, അത് പ്രകാരം നമ്മൾ ജീവിക്കണം. നമുക്കൊരു സ്പെഷ്യൽ സെപ്പറേറ്റ് അജണ്ട പാടില്ല. നമ്മളുടെ ഇഷ്ടം പിന്നെ അവിടെ നോക്കാൻ പാടില്ല. എന്താണ് ഗുരു നമ്മൾ നിർദ്ദേശിക്കുന്നത്, ഗുരു എന്ത് പറയുന്നു അത് നമ്മൾ ഫോളോ ചെയ്യണം, ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ പിന്നെ ആ ഗുരു ശിഷ്യ ബന്ധത്തിന് യാതൊരു കാര്യമില്ല. ഗുരു പറയാണ് ദിവസേന 16 മാല തെറ്റാതെ ചെല്ലണം, 4 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം, ഇന്ന മാതിരി ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബാധ്യസ്ഥരാണ് ഫോളോ ചെയ്യാൻ. ഇല്ലെങ്കിൽ പിന്നെ ഗുരു പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളൊരു ഫാഷന് വേണ്ടിയിട്ടല്ല ഗുരുവിനെ നമ്മൾ സ്വീകരിക്കുന്നത്. ഗുരുവാണ് നമ്മുടെ ഈ ഭൗതിക ലോകത്തു നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് കരകയറ്റാനുള്ള മീഡിയം, ഭഗവാന്റെ ദൗത്യം. ആ ഗുരുവിനെ അനുസരിച്ച് ജീവിക്കുകയാണ്. ആണ് തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശനം. അപ്പൊ നമ്മള് ഗുരുവിനെ പ്രണാമം ചെയ്യണം, സേവ ചെയ്യണം, ചോദ്യങ്ങൾ ചോദിക്കണം. പല കാര്യങ്ങളും നമുക്കറിയില്ല, ഇതെല്ലാം ഗുരുവാണ് നമുക്ക് നിവൃത്തി അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെ ഗുരുവിനെ സേവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിന്റെ യോഗ്യത കിട്ടുന്നത് തിരിച്ച് ഭഗവത്പാദം. അല്ലാണ്ട് നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ടൊന്നും സ്വന്തം കഴിവുകൊണ്ടല്ല.
നമ്മുടെ കയ്യിൽ എന്തിരിക്കുന്നു? ഒന്നുമില്ല. അപ്പൊ ഗുരുവിന്റെ ആശീർവാദം, ഭഗവാന്റെ ആശീർവാദം, പിന്നെ വൈഷ്ണവന്മാരുടെ ആശീർവാദം, ഇതുകൊണ്ടാണ് നമ്മൾ പുരോഗമനം സംഭവിക്കുന്നത്. നമ്മളുടെ ആ ഒരു പുരോഗതി ഇല്ലെങ്കിൽ നമുക്ക് എവിടെ പുരോഗതി? അപ്പൊ ബാക്ക് ടു ക്വാർട്ടറിൽ കൊണ്ടുപോകാൻ അതിനുള്ള യോഗ്യത നമ്മൾ ഉണ്ടാക്കണം. ആ യോഗ്യത നമ്മൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരു നമ്മളെ സഹായിക്കും. So therefore, Krishnadas Kaviraj Goswami accepted Nityananda Prabhu and 6 Goswamis in the category. Nityananda Prabhuവിന് മറ്റ് 6 ഗോസ്വാമി, ശ്രീല രൂപ സനാതന, ഭക്ത രഘുനാഥ, ശ്രീ ജീവ രഘുനാഥ് ഭട്ട, ജീവ ഗോസ്വാമി അല്ലെ, ഗോപാല ഭട്ട ഗോസ്വാമി, ഇവരെല്ലാം 6 ഗോസ്വാമിമാർ. അപ്പൊ അദ്ദേഹത്തിനെയും നിത്യാനന്ദ പ്രഭുവിനെയും ഏത് കാറ്റഗറിയിലാണ്? ഗുരു. നിത്യാനന്ദ പ്രഭു ആദിഗുരു, ഭഗവാന്റെ എക്സ്പാൻഷൻ. അപ്പോ അങ്ങനെ നിത്യാനന്ദ പ്രഭുവിനും 6 ഗോസ്വാമിമാരും, രണ്ടാമത്തെ 6 പ്രധാനപ്പെട്ട ഗോസ്വാമിമാരെയും ഗുരു കാറ്റഗറിയിലാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വെക്കുന്നത്. ഈശ ഭക്താൻ റിഫേഴ്സ് ടു ഡിവോട്ടീസ് ഓഫ് ദ ലോർഡ്. ഓക്കെ, അതായത് ഡിവോട്ടീസ്, പരമഭക്തന്മാർ. അതിലാരൊക്കെയാണ്? ശ്രീവാസ and all other such followers who are the energy of the Lord and are qualitatively non-different from. അപ്പോ ഡിവോട്ടീസ്, ജീവതത്വം, അത് ശ്രീവാസനും അദ്ദേഹത്തിന്റെ അനുയായികളും, അതെല്ലാം ആരിലും എനർജി ഓഫ് ദ ലോർഡ് and are qualitatively non-different from. അതായത് ക്വാളിറ്റിയിൽ സച്ചിദാനന്ദമാണ് ഭഗവാൻ, നമ്മളും സച്ചിദാനന്ദമാണ്. പക്ഷെ നമ്മളുടെ ക്വാണ്ടിറ്റി വളരെ മൈന്യൂട്ടാണ്, വളരെ ചെറുതാണ്. ഭഗവാൻ 100% ആണെങ്കിൽ നമ്മൾ വളരെ മൈന്യൂട്ടാണ്, അണുവാണ്. ഭഗവാൻ വിഭുവാണ്. പിന്നെ ഈശാവതാരകൻ, ഈ 6 ഡൈവേഴ്സിറ്റീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞു ഗുരു, പിന്നെ ഭക്തന്മാരെ, പിന്നെ ഈശ അവതാരകൻ, അവതാര തത്വം. അതാരെയാണ്? ആചാര്യ ലൈക്ക് അദ്വൈത ആചാര്യ, അത് ഭഗവാന്റെ അവതാരമായിട്ടാണ്. Who is an avatar of the Lord. പിന്നെ തത് പ്രകാശാൻ, അത് എക്സ്പാൻഷൻ, വിസ്തരണം, ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ട് മാനിഫെസ്റ്റേഷൻ ഓഫ് സുപ്രീം പേഴ്സണൽ ഡിവോട്ടഡ്. അതാണ് നിത്യാനന്ദ പ്രഭു. അപ്പൊ നിത്യാനന്ദ പ്രഭു ഭഗവാന്റെ എക്സ്പാൻഷനാണ്, ഗുരുവാണ്. 2 കാറ്റഗറിയിൽ പെടുന്നു. ആൻഡ് ദ ഇനിഷ്യേറ്റിംഗ് സ്പിരിച്വൽ മാസ്റ്റർ. ഓക്കെ, സോ ശക്തി റിഫേഴ്സ് ടു ദ സ്പിരിച്വൽ എനർജീസ്. ശക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഡിവോഷൻ എനർജി. ആ ഡിവോഷൻ എനർജി ആരാണ്? ഗദാധർ. ഓക്കെ, അത് ഗദാധര, ദാമോദര, ജഗദാനന്ദ ബിലോങ് ടു ദിസ് കാറ്റഗറി ഓഫ് ഇന്നർ. ഭഗവാന്റെ അതായത് ഇന്റേണൽ എനർജി, ഇന്റേണൽ പൊട്ടൻസി, അന്തരാംഗ ശക്തിയിൽ വരുന്നവർക്ക്. അതായത് ഗദാധര ഈസ് രാധാറാണി, ദാമോദര സ്വരൂപ് ദാമോദർ ആയിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ. സ്വരൂപ് ദാമോദർ ആണെങ്കിൽ ദെൻ ലളിത സഖി, ജഗദാനന്ദ ഈസ് സത്യഭാമ. ഇതെല്ലാം ഏത് കാറ്റഗറി പെടും? ഇന്റേണൽ എനർജിയിൽ പെടും, ഭഗവാന്റെ അന്തരാംഗ ശക്തിയിലും. അപ്പൊ ആരൊക്കെയാണ്? ഗുരു, ഗുരുക്കള്, ഗുരുജനങ്ങള്. അതിൽ ശിക്ഷാഗുരു, ദീക്ഷാഗുരു, എല്ലാ ഗുരു, ചൈത്യഗുരു എല്ലാവരും വരും. പിന്നെ ഭഗവാന്റെ ഡിവോട്ടീസ്, ഭഗവാന്റെ അവതാരം ആൻഡ് ഭഗവാന്റെ വിസ്തരണം. ഓക്കെ, പിന്നെ ഡിവോഷൻ എനർജി, പിന്നെ ഭഗവാൻ. അങ്ങനെ 6 ആസ്പെക്ട്സ്, 6 തത്വങ്ങളാണ് ഇവിടെ നിന്ന്. ഇവർക്ക് എല്ലാവർക്കും പ്രണാമം അർപ്പിക്കുകയാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. The 6 principles are differently manifested but all equally worshipable. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷനാണ് ഇവിടെ നടക്കുന്ന ഈ 6 പേഴ്സണാലിറ്റീസിന്റെ അല്ല 6 പ്രിൻസിപ്പിൾസിന്റെ. പക്ഷെ എല്ലാവരും ഈക്വലി, ഒരാളെയും ചെറുതോ വലുതായിട്ട് കാണാൻ പാടില്ല. ഈവൻ കൃഷ്ണ ഭഗവാന്റെ തന്നെ പാർഷദന്മാരാണ് അവരൊക്കെ. ഡിഫറെന്റ് ആസ്പെക്ട്സ് ആണ്, വെറൈറ്റീസ് ആണ്. പക്ഷെ എല്ലാവരും ഈക്വലി നമ്മൾ വർഷിപ്പ് ചെയ്യണം. കാരണം എല്ലാം ഭഗവാനിലേക്ക് നയിക്കുന്ന വയാമീഡിയമാണ് ഇവരെല്ലാം. Krishnadas Kaviraj begins by offering his obeisances unto them to teach us the method of worshipping Lord Chaitanya. The external potency of Godhead called Maya can never associate with the Lord, just as darkness cannot remain in the presence of light. അപ്പോൾ ഇവരെ നമ്മൾ വേണ്ടുന്ന പ്രകാരം ആരാധിക്കുകയാണ്, ഉപാസിക്കുകയാണ്. അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഭഗവാന്റെ ബഹിരാംഗ ശക്തിയായിട്ടുള്ള മായ നമ്മളെ ഈ ഭൗതിക ലോകത്തില് പിടിച്ചു കെട്ടില്ല, ബന്ധിപ്പിക്കില്ല. ഒരു പ്രാവശ്യം പ്രഭുപാദ് ക്ലാസ്സിൽ പറഞ്ഞു, സി ഐ ക്യാൻ കിക്ക് ദ മായ വിത്ത് മൈ ലെഫ്റ്റ് ലെഗ് എന്ന് പറഞ്ഞു. അപ്പോ ഹരിബോൾ എല്ലാ ഡിവോട്ടീസും വളരെ സന്തോഷം. കാരണം വെച്ചാൽ മായാ ജാലത്തില്, മായാ വലയത്തിൽ ഞാൻ പെടില്ല എന്ന് പറഞ്ഞു.
അതേസമയത്ത് തന്നെ വേറൊരു ദിവസം അപ്പോൾ പ്രഭുപാദ വളരെ നമ്രമായിട്ടുള്ള പ്രാർത്ഥന, അതായത് ഭഗവാന്റെ ഡേറ്റീസിനെ നോക്കിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ പ്രഭുപാദയുടെ ഡിസൈപ്പിൾസ് ചോദിച്ചു, എന്താണ് പ്രഭുപാദ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ പ്രഭുപാദ പറഞ്ഞു, അതായത് ഒരിക്കലും ഞാൻ മായാവലയത്തിന് മായാജാലത്തിൽ പഴരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഡിവോട്ടി ചോദിച്ചു, അന്നല്ലേ പ്രഭുപാദ പറഞ്ഞു ഐ ക്യാൻ കിക്ക് മായ വിത്ത് മൈ ലെഫ്റ്റ് ലെഗ്? യെസ്, തീർച്ചയായിട്ടും അന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എപ്പോഴും ഭഗവാൻ കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നത് എന്നെ മായാവലയത്തിൽ പെടുത്തരുതേ. അങ്ങനെ നിരന്തരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മായാവലയത്തിൽ പെടുന്നില്ല. സോ ഐ ക്യാൻ കിക്ക് മായ വിത്ത് മൈ ലെഫ്റ്റ് ലെഗ്. അത്രയും അതായത് ആ ഒരു ബന്ധനത്തിൽ പെടില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ നിരന്തരമായിട്ട് ഭഗവാനെ ഉപാസിക്കുകയാണെങ്കിൽ മായാദേവി നമ്മുടെ അടുത്ത് കൂടെ വരില്ല. എങ്ങനെ സൂര്യ വെളിച്ചത്തിൽ അന്ധകാരം ഇല്ലാതാകുന്നുവോ അതേപോലെ ഭഗവാന്റെ പ്രസൻസ്, ഭഗവാന്റെ സാന്നിധ്യത്തില് ഭഗവാന്റെ എക്സ്ട്രാ എനർജി ആയിട്ടുള്ള മായാദേവി നമ്മളെ ഉപദ്രവിക്കില്ല. കാരണം നമ്മള് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന, ഭഗവാനെ ഉപാസിക്കുന്ന, അവിടെ മായ നമ്മളെ വിഷമിപ്പിക്കില്ല. അതാണ് എവിടെ ഭഗവാനുണ്ടോ അവിടെ മായയില്ല, എവിടെ സൂര്യപ്രകാശം ഉണ്ടോ അവിടെ അന്ധകാരമില്ല, എവിടെ അറിവുണ്ടോ അവിടെ അജ്ഞത ഉണ്ടായിരിക്കില്ല. സോ മായ can never associate with the Lord, just as darkness cannot remain in the presence of light. Yet darkness, being but an illusory and temporary covering of light, has no existence independent of light. But darkness ഇരുട്ടിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇല്ല. ഡാർക്ക്നെസ് പറഞ്ഞിട്ടുള്ളത് കാര്യമില്ല. ആബ്സെൻസ് ഓഫ് ലൈറ്റ് ഇസ് ഡാർക്ക്നെസ്. ലൈറ്റിന്റെ, അതായത് വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട്. അപ്പൊ അതിനൊരു ഇൻഡിപെൻഡന്റ്, ഇപ്പൊ എവിടെ നമുക്ക് വെളിച്ചമില്ല അവിടെ ഡാർക്ക്നെസ് ഉണ്ടാവും, എവിടെ അറിവില്ല അവിടെ അജ്ഞത ഉണ്ടായിരിക്കും. ഓക്കെ, എവിടെ കൃഷ്ണനില്ല അവിടെ മായ ഉണ്ടായിരിക്കും. അത് തീർച്ചയാണ്. അപ്പൊ നമ്മൾ എന്താണ് ഇതിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, അറിവില്ലായ്മ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അറിവ് സമ്പാദിക്കണം. ഓക്കെ, ഇരുട്ടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ വെളിച്ചത്തിലേക്ക് വരണം. അതേപോലെ മായയിൽ നിന്ന് രക്ഷപ്പെടുന്നത് കൃഷ്ണനിലേക്ക് വരണം, കൃഷ്ണനെ ഉപാസിക്കണം, കൃഷ്ണന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. അത്രേ ഉള്ളൂ. ഇപ്പൊ എവിടെ മായയുണ്ടോ അവിടെ അതായത് എവിടെ കൃഷ്ണനുണ്ടോ അവിടെ മായ ഉണ്ടായിരിക്കില്ല, എവിടെ വെളിച്ചമുണ്ടോ അവിടെ അന്ധകാരമില്ല. അതാണ് ഇവിടെ പറയുന്നത് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി 35. മന്ത്ര ഗുരു ആരയഥ ശിക്ഷ ഗുരു ഗണ തൻഹര ചരണ ആകെ കരിയേ വന്ദന. ഹരേ കൃഷ്ണ. മന്ത്ര ഗുരു ആരായഥ ശിക്ഷ ഗുരു ഗണ തനര ചരണ ആകെ കരിയേ വന്ദന. ഹരേ കൃഷ്ണ. മന്ത്രഗുരു ആരായത ശിക്ഷ ഗുരു ഗണ തൻഹര ചരണ ആകെ കരിയേ വന്ദന. ഹരേ I first offer my respectful obeisances at the lotus feet of my initiating spiritual master and all my instructing spiritual master. വീണ്ടും വീണ്ടും പ്രണാമം അർപ്പിക്കുകയാണ് തന്റെ ദീക്ഷാഗുരു ആൻഡ് ശിക്ഷാഗുരുക്കൾക്കും. ശ്രീല ജീവ ഗോസ്വാമി in his thesis Bhakti Sandarbha has stated that uncontaminated devotional service is the objective of pure Vaishnava and that one has to execute such service in the association with the Lord. നമുക്കറിയാം ശ്രീല ജീവ ഗോസ്വാമി വൺ ഓഫ് ദ 6 ഗോസ്വാമീസ്, വൃന്ദാവനത്തെ 6 പ്രഥമ ഗോസ്വാമിമാരിലെ ഒരു ഗോസ്വാമിയാണ് ജീവ. അദ്ദേഹം നമ്മളുടെ ശാസ്ത്രങ്ങളുടെ എഴുതിയ പോലെ വേറെ ആരും എഴുതിയിട്ടില്ല. ഓക്കെ, നിയർലി 500,000 ശ്ലോകാസാണ് അദ്ദേഹം കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഒരാളും ചരിത്രത്തിൽ ദേവരെ അത് എഴുതിയിട്ടില്ല, ഇത് എഴുതാനും പോകുന്നില്ല. ഏറ്റവും വലിയ ഒരു ഇതാണ് ഗ്രന്ഥമാണ് നമ്മുടെ മഹാഭാരതം. അതിൽ 100,000 ശ്ലോകങ്ങളേ ഉള്ളൂ. അല്ലെ, ഭാഗവതത്തില് 18,000 ഉള്ളൂ, രാമായണത്തിൽ 24,000, ഭഗവത്ഗീതയിൽ 700, ചൈതന്യ ചരിതാമൃതത്തിൽ 11,500+ ശ്ലോകം. അപ്പോൾ ഇത് നമ്മുടെ ജീവഗോസ്വാമി ഏകദേശം 500,000 ശ്ലോകാസ്. ഇതൊന്നും ആർക്കും അറിയുന്നില്ല, വളരെ ചുരുക്കം പേർക്കേ ഉള്ളൂ. അത്രയും വലിയ, ഇതെല്ലാം ഭക്തി ലിറ്ററേച്ചേഴ്സ്. ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ ആ ഒരു ലെവലില് ആര് ജനിച്ചിട്ടുണ്ട്, ഇനി ആര് വരാൻ പോകില്ല. അത്രയും വലിയ കോൺട്രിബ്യൂഷൻ അതില് ഭക്തി സന്ദർഭ, അതായത് 6 സന്ദർഭ, ഷഡ് സന്ദർഭ, അതായത് എന്താണ് ശ്രദ്ധ, തീസിസ് അല്ലെങ്കിൽ ടീറ്റൈസസ്, ഭക്തി സന്ദർഭ, പ്രീതി സന്ദർഭ, ഭാഗവത സന്ദർഭ, പരമാത്മ സന്ദർഭ, കൃഷ്ണ സന്ദർഭ, തത്വ സന്ദർഭ.
അങ്ങനെ 6 ഇതാണ് ട്രീറ്റൈസസ് ഉണ്ടായിരിക്കുന്നത്, പ്രബന്ധങ്ങളോ ഉപന്യാസങ്ങളോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതെല്ലാം എന്താണ്? ഭഗവാന്റെ ഭക്തിയെ പറ്റിയിട്ട് എങ്ങനെ നമുക്ക് ഈ ഭൗതിക ലോകത്ത് നിന്ന് ഭഗവത്ധാമിലേക്ക് പോകാനുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ എല്ലാം ഭഗവാനെ പറ്റിയിട്ട്. അപ്പൊ അവിടെ മായയുടെ യാതൊന്നുമില്ല. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഗോസ്വാമിമാർ നമുക്ക് ഭക്തി ലിറ്ററേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് അദ്ദേഹം എന്താണ് പറയുന്നത്? നമ്മുടെ ഡിവോഷണൽ സർവീസ് അതായിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ്. അത് ആരുടെ കൂടെ? ശുദ്ധ ഭക്തന്മാരുടെ കൂടെ നമ്മൾ ഇടപഴകുമ്പോൾ നമ്മൾ അൺഅലോയ്ഡ് ആയിട്ടുള്ള യാതൊരു കളർപ്പുമില്ലാത്ത ശുദ്ധ ഭക്തി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ വൺ ഈസ് ടു എക്സിക്യൂട്ട് സച്ച് സർവീസ്, ശുദ്ധ ഭക്തി. ഓക്കെ, അതായത് മിക്സ്ഡ് അല്ല. ഭക്തി പല ആൾക്കാരും അഗെയിൻ ഭക്തിയും പലതരത്തിൽ ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റീവ് നമ്മളുടെ എന്താണ് ലക്ഷ്യം? ചില ആൾക്കാരുടെ ലക്ഷ്യം എന്താണ്? ഞാൻ ഹരകൃഷ്ണ മന്ത്രം ചൊല്ലുന്നു, എന്തിനു വേണ്ടിയിട്ട്? എനിക്ക് നല്ല ജോലി കിട്ടണം, അല്ലെ? അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടണം, എനിക്ക് നല്ല വീടുണ്ടാവണം, നല്ല കാർ ഉണ്ടാവണം. അതിനെ പ്യുവർ ഭക്തി എന്ന് പറയാമില്ല. ഭക്തിയാണ്, പക്ഷെ ഉദ്ദേശം നമ്മുടെ എന്താണ് ഉദ്ദേശം? മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം അത് നടത്തി തരാൻ പറ്റില്ല. ഭക്തിയാണ് നമ്മുടെ നാമം ചെല്ലുന്നുണ്ട്, ഭഗവാനെ ഉപാസിക്കുന്നുണ്ട്, അർച്ചന വന്ദനം ഇതെല്ലാം ചെയ്യുന്നുണ്ട്, ശ്രവണം കീർത്തനം. പക്ഷെ അതിന്റെ പിന്നിലുള്ള അജണ്ട, നമ്മളുടെ ആഗ്രഹം എന്താണ്? എനിക്ക് ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ സബലീകരിക്കണം. അതാണെങ്കിൽ അത് പ്യുവർ ഭക്തിയല്ല, അത് പ്യുവർ ഭക്തിയല്ല. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്യുവർ ഭക്തി, വൺ ഹാസ് ടു എക്സിക്യൂട്ട് such service in the association of other devotees. By associating with devotees of Lord Krishna, one develops a sense of Krishna consciousness and thus becomes inclined toward the loving service of the Lord. Okay, അപ്പോൾ നമ്മളുടെ അതായത് ഭക്തി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രേമിയെ കിട്ടണം. ആരാണ് പ്രേമി? കൃഷ്ണൻ. നമ്മുടെ ഭൗതിക ലോകത്തിലുള്ള ഒരു പുരുഷൻ സ്ത്രീ ആകർഷിക്കപ്പെടുന്നതും സ്ത്രീ പുരുഷനിൽ ആകർഷിക്കുന്നു, അതല്ല. നമ്മുടെ പ്രേമി എന്ന് പറയുന്നത് കൃഷ്ണപ്രേമി. അതിനു വേണ്ടിയിട്ടാണ് ഭഗവത്. ബാക്കിയെല്ലാം നമ്മുടെ താനും വന്നു ചേരും, അല്ലെ? ഭൗതിക തലത്തിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം, റോട്ടി കപ്പട മക്കാൻ, ഇതെല്ലാം നമുക്ക് ഭഗവാൻ തരും. പക്ഷെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം? സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി രഥോക്ഷജെ അഹൈ തുകി അപ്രതീഹത ആത്മാസു. ആത്മാവിന് ആ സുപ്രസിദ്ധതി, അതായത് സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി, സന്തുഷ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഹൈത്തുക്കി, യാതൊരു എക്സ്പെക്ടേഷൻ കൂടെ ഭൗതിക തലത്തിലുള്ള യാതൊരു ഇച്ഛയും ഇല്ലാതെ നമ്മൾ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപാസിക്കണം. എന്നാൽ മാത്രമേ കാര്യം നടക്കൂ. അല്ലാണ്ട് നമ്മളുടെ ആഗ്രഹം, എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ജോലി വേണം, നല്ല ശമ്പള കയറ്റം വേണം, അല്ലെങ്കിൽ നല്ല ഭാര്യ വേണം, നല്ല ഭർത്താവ് വേണം, നല്ല കുടുംബം വേണം, ഇതിനു വേണ്ടിയിട്ട് ഭക്തി, അത് പ്യുവർ ഭക്തിയല്ല. യെസ്, അതിൽ കുറേശ്ശെ നമുക്ക് പ്രോഗ്രസ് ഉണ്ടായിരിക്കും, പക്ഷെ അതല്ല ഉദ്ദേശം എന്നിവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാണ്. സോ ദ പ്രോസസ്, ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് അപ്രോച്ചിങ് ദ സുപ്രീം ലോർഡ് ബൈ ഗ്രാജുവൽ അപ്രീസിയേഷൻ ഇൻ ഡിവോഷൻ സർവീസ്. ഇഫ് വൺ ഡിസൈഡ്സ് അൺഅലോയ്ഡ് ഡിവോഷൻ സർവീസ്, അൺഅലോയ്ഡ് പ്യുവർ, പറയുന്നത് 24 ക്യാരറ്റ് എന്ന് പറയുന്നില്ലേ, യാതൊരു മിക്സറും ഇല്ല, അൺഅലോയ്ഡ്. One must associate with devotees of Sri Krishna, for by such association only can his conditioned soul achieve a taste for transcendental love and thus revive his eternal relationship with Godhead in a specific manifestation and in terms of the specific transcendental mellow rasa that one has eternally inherent in. അപ്പോൾ നമ്മൾ അങ്ങനെ ശുദ്ധഭക്തന്മാരായിട്ട് സംഘം ചേരുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ? ആ ടേസ്റ്റ്, ഒരു രുചി, ഭഗവാന്റെ ആ ഒരു കൃഷ്ണപ്രേമം, കൃഷ്ണഭക്തിക്കുള്ള ഒരു രുചി അതുണ്ട് നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതാണ് പറയുന്നത്, എറ്റേണലി ഇൻഹറന്റ് എല്ലാവരിലും അത് എറ്റേണലി നമ്മുടെ ഹൃദയത്തിലുണ്ട്. പക്ഷെ അതിനെ ഒന്ന് ഇഗ്നൈറ്റ് ചെയ്യുക, അതാണ് ചെയ്യുന്നത്. അതിനെ ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ആ അന്ധകാരത്തിൽ നിന്ന് നമ്മുടെ വെളിച്ചത്തിലേക്ക് വരും. പിന്നെ നമ്മളുടെ എല്ലാവർക്കും ഭഗവാനായിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ സ്പെസിഫിക് റിലേഷൻഷിപ്പ് നമുക്ക് തിരിച്ചു കിട്ടും. ഇപ്പൊ നമ്മൾ മറന്നിരിക്കുകയാണ്. ഓക്കെ, എങ്ങനെ സൂര്യനെ കാർമേഘങ്ങൾ മൂടിയിരിക്കുന്നു, അതേപോലെ നമ്മളുടെ ആ ഒരു എറ്റേണൽ റിലേഷൻഷിപ്പ് നമ്മളെ ആ അജ്ഞത മറച്ചിരിക്കുകയാണ്.
അപ്പൊ അതിനെ റിവൈവ് ചെയ്യണം. അതിനെ റിവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ശുദ്ധ ഭക്തന്മാരായിട്ടുള്ള സമ്പർക്കം നമുക്ക് എപ്പോഴും വേണം. എന്നാൽ മാത്രമേ നമ്മളുടെ ഇൻഹറന്റ് ആയിട്ടുള്ള ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കാൻ പറ്റും. അപ്പൊ ഓരോരുത്തർക്കും ഭഗവാനായിട്ട് ഒരു പെർട്ടിക്കുലർ ബന്ധമുണ്ട്. ഈ 5 രസത്തിലാണത് അല്ലെ? ശാന്തരസം, ദാസ്യരസം, സഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം. അപ്പൊ ഇതേതെങ്കിലും ഒരു രസത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്നത്. അങ്ങനെ ആ ബന്ധം പുനഃസ്ഥാപിക്കുകയാണ് വേണ്ടത്. ഇത് നമ്മളുടെ മൂടിക്കിടക്കുകയാണ്, ആവരണപ്പെട്ട് കിടക്കുകയാണ്. എന്തുകൊണ്ട്? ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളാൽ ഇതെല്ലാം ആവരണപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ അതിനെ വീണ്ടും ഇഗ്നൈറ്റ് ചെയ്തിട്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ സത്സംഗില്, ഭഗവാന്റെ ശുദ്ധഭക്തന്മാരായിട്ടുള്ള സത്സംഗില് വരണം എന്ന് പറയുന്നത്. ജീവ ഗോസ്വാമി പറയുന്നതാണ്, ഇഫ് വൺ ഡെവലപ്സ് ലവ് ഫോർ കൃഷ്ണ ബൈ കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസ്, one can know the supreme absolute truth, but he who tries to understand God simply by logical arguments will not succeed, nor will he get a taste for another division. അപ്പൊ ഇത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം? ലോജിക്കൽ, നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ യുക്തി ഉപയോഗിച്ചിട്ടല്ല. യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ യുക്തിയും ബുദ്ധിയും 3 ഗുണത്തിന്റെ അധീനത്തിലാണ്. അതുകൊണ്ട് ഭഗവാനെ നമ്മളുടെ ഈ ചെറിയ ബുദ്ധിയോ അല്ലെങ്കിൽ ലോജിക്കൽ ആർഗ്യുമെന്റോ വിചാരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണം, ഭഗവാന്റെ ഭക്തന്മാരുടെ അനുഗ്രഹം വേണം, വൈഷ്ണവം ആചാര്യന്മാരുടെ അനുഗ്രഹം. എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ ഡ്രൈ ആർഗ്യുമെന്റ്സിലൂടെ ഭഗവാനെ മനസ്സിലാക്കണോ, ഭഗവത് പ്രേമമോ അല്ലെങ്കിൽ ഭഗവത് ഭക്തിയെ കിട്ടില്ല എന്ന് ഇവിടെ ഉറപ്പായിട്ടും പറയണം. The secret is that one must submissively listen to those who know perfectly the science of God, and one must begin the mode of service regulated by the preceptor. അതാണ് തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശന എന്ന് പറയുന്നത്. നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഗുരുവിനോട്, എൻക്വയറി ചെയ്യണം, സേവ ചെയ്യണം. Devotee already attracted by the name, form, qualities, etc. of the Supreme Lord may be directed to his specific manner of devotional service. He did not waste time in approaching the Lord through logic. അതായത് എന്താണ് ഇവിടെ കണ്ടിരിക്കുന്നത് ജീവഗോസ്വാമി? ജ്ഞാനമാർഗം കൊണ്ട് കാര്യം നടക്കില്ല. ജ്ഞാനമാർഗം നമ്മൾ എല്ലാവരും അറിയുന്ന പോലെ ആ മെത്തേഡ് ഒരു അസെൻഡിങ് പ്രോസസ്സാണ്. ഭക്തിമാർഗം ഒരു ഡിസെൻഡിങ് പ്രോസസ്സാണ്. അസെൻഡിങ് എന്ന് പറയുന്നത് നമ്മളുടെ കഴിവും നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ യുക്തിയും ഉപയോഗിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമ്മളുടെ ഇംപെർഫെക്റ്റ് സെൻസസ്, ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി, അതുപോലെ കമ്മിറ്റിംഗ് മിസ്റ്റേക്സ് ആൻഡ് സബ്ജക്ട് ടു ബി ഇല്യൂഷൻ. ഈ പ്രശ്നങ്ങൾ, ഈ 4 ഡിഫക്റ്റുകൾ കൊണ്ട് നമ്മളുടെ ആ ഒരു അസെൻഡിങ് മെത്തേഡ് അത് നടക്കുന്നു. ഡിസെൻഡിങ് എന്താണ്? അതോറിറ്റേറ്റീവ് സോഴ്സസ് നമ്മൾ കേൾക്കുക, അത് മനസ്സിലാക്കുക, അത് പ്രകാരം നമ്മൾ ജീവിക്കുക. അപ്പൊ അതിൽ നമ്മളുടെ പ്രയത്നം വളരെ കുറവാണ്. ജസ്റ്റ് അക്സെപ്റ്റ് ദ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഈസ് കമ്മിങ് ഡൗൺ ഇൻ എ പ്രോപ്പർ ഡിസിപ്ലിൻ സക്സഷൻ. പരമ്പരാഗതമായിട്ട് ഗുരു ശിഷ്യ പരമ്പരയിൽ വരുന്ന ആ തത്വങ്ങൾ സ്വീകരിക്കുക. അവിടെ നമ്മൾ അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് വേണ്ടുന്ന വിധത്തിൽ അതിനെ ലഡ്ഡു ആക്കിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, വായിൽ വെച്ച് തന്നിട്ടുണ്ട്. അത് കഴിക്കേ വേണ്ടു. അല്ലാണ്ട് നമ്മൾ വീണ്ടും അതിനെ അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിയാണോ തെറ്റാണോ നമ്മളുടെ ബുദ്ധി അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് നമ്മൾ ബോണഫൈഡ് സ്പിരിച്വൽ ഒരു പാത്ത് ഫോളോ ചെയ്യുന്നത്. ബോണഫൈഡ് ആയിരിക്കണം, ഓതന്റിക് ആയിരിക്കണം. അല്ലാണ്ട് വിംസിക്കലി ആരെയും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അപ്പൊ ഇത് ശാസ്ത്രം എന്താണ് പറയുന്നത്? ആ ഗുരു ശിഷ്യ പരമ്പര എങ്ങനെയാണ് വരുന്നത്, എന്താണ് ആരാണ് അതോറിറ്റി, ഇതെല്ലാം നമ്മൾ ശാസ്ത്രത്തിൽ മനസ്സിലാക്കി ആ ബോണഫൈഡ് പരമ്പരയിൽ വരുമ്പോൾ നമ്മള് വി ആർ ഓൺ ദ സേഫ് പാത്ത്. അപ്പൊ അവിടെ വിംസിക്കലി നമ്മുടെ മനസ്സെന്താണ് പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണ് പറയുന്നത് അതിനെ നമ്മൾ കേൾക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സോ ദ എക്സ്പേർട്ട് സ്പിരിച്വൽ മാസ്റ്റർ നോസ് വെൽ how to engage his disciples' energy in the trans and loving service of God, and thus
he engages a devotee in a specific devotional service according to special tendency. ഓരോരുത്തർക്കും അവരവരുടെ ഗുണം അനുസരിച്ചിട്ട് ഒരു സ്പെഷ്യൽ ടെൻഡൻസി ഉണ്ടാവും സേവ ചെയ്യാനുള്ളത്. ആ ടെൻഡൻസി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഗുരു ഓരോ ശിഷ്യനെയും അതായത് സേവയിൽ ഏർപ്പെടുത്തും. എല്ലാവർക്കും ഒരേ ടെൻഡൻസി ആയിരിക്കില്ല. ചില ആൾക്കാർക്ക് സേവ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സേവ ഉണ്ട് അല്ലെ. അപ്പൊ അതായത് ഓരോ വ്യക്തിക്കും ഏതാണോ ടേസ്റ്റ്, അപ്പൊ ആ ടേസ്റ്റ് അനുസരിച്ച് തൻ്റെ ഗുരു തന്നെ സേവയിൽ ഏർപ്പെടുത്തുക ചെയ്യുന്നത്. അതാണ് ആ സ്പെഷ്യൽ ടെൻഡൻസി. അക്കോർഡിംഗ് ടു ഹിസ് സ്പെഷ്യൽ ടെൻഡൻസി. ഓരോരുത്തരും വ്യത്യസ്ത ഗുണങ്ങളിലാണ് ജീവിക്കുന്നത്, വ്യത്യസ്ത ലൈക്കിങ്സ് ഉണ്ടായിരിക്കും, വ്യത്യസ്ത ടാലൻസ് ഉണ്ടായിരിക്കും. അതെല്ലാം മനസ്സിലാക്കിയിട്ട് അവരുടെ ലൈക്കിംഗ് അനുസരിച്ചിട്ട് അവരെ സേവയിൽ ഏർപ്പെടുത്തുക. A devotee must have only one initiating spiritual master because in the scriptures acceptance of more than one is always forbidden. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദീക്ഷാഗുരു ഒന്നേ പാടുള്ളൂ. നമ്മുടെ ശാസ്ത്രപ്രകാരം ഒന്നിൽ കൂടുതൽ ദീക്ഷാഗുരു ഇല്ല. സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ശിക്ഷാഗുരു അത് ഒന്നിൽ കൂടുതലായാൽ കുഴപ്പമില്ല. പക്ഷെ ദീക്ഷ ഒരു there is no limit, however, to the number of instructing spiritual masters one may accept. Generally, a spiritual master who constantly instructs a disciple in spiritual science becomes his initiating spiritual master later on. സാധാരണ ആരാണോ, ഏത് വ്യക്തിയാണോ, ഏത് ഗുരുവാണോ ശിക്ഷ തരുന്നത് അവരായിരിക്കും മിക്കവാറും ദീക്ഷാഗുരു തരാനുള്ള ആ യോഗ്യത ഉണ്ടെങ്കിൽ. ഓക്കെ, നമ്മുടെ സമ്പ്രദായം ശിക്ഷ സമ്പ്രദായമാണോ ദീക്ഷ സമ്പ്രദായമാണോ? ദീക്ഷ. ആരാ പറഞ്ഞ ദീക്ഷാണ്? ശിക്ഷാ സമ്പ്രദായമാണ് പ്രധാനപ്പെട്ട. ദീക്ഷയുണ്ട്, തീർച്ചയായിട്ടും ദീക്ഷയില്ലാതെ നടക്കില്ല. പക്ഷെ ആ സമ്പ്രദായം വരുന്നത് ശിക്ഷാ സമ്പ്രദായത്തില്. ഹരേ കൃഷ്ണ. സോ വൺ ഷുഡ് ഓൾവേസ് റിമെമ്പർ. ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മളുടെ ഈ ഗുരു പരമ്പര നോക്കിക്കോളൂ. ശിലപ്രഭുപാദ് അല്ലെ. ശിലപ്രഭുപാദ് ഗുരുവാണ് ഭക്തിസിദ്ധാന്ത സരസ്വതി. അദ്ദേഹം ഇൻസ്ട്രക്ടിങ്ങുമാണ്, അതേപോലെ ഇനിഷ്യേറ്റിംഗ് സ്പിരിച്വലാണ്. ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിന്റെ സ്പിരിച്വൽ മാസ്റ്റർ ആരാണ്? ഗൗരകിഷോർ ബാബാജി. ബോത്ത് ഇൻസ്ട്രക്ടിങ് ആൻഡ് ഇനിഷ്യേറ്റിംഗ്. ഗൗരകിഷോർ ബാബാജിയുടെ സ്പിരിച്വൽ മാസ്റ്റർ ആരാണ്? ഇൻസ്ട്രക്ടിങ് സ്പിരിച്വൽ മാസ്റ്റർ, ഇനിഷ്യേറ്റിംഗ് സ്പിരിച്വൽ മാസ്റ്റർ അല്ല. അവിടെ ഇപ്പൊ ആ ഒരു പരമ്പരയിൽ ആരാണ്? ശിക്ഷാ ഗുരുവാണ് അവിടെ പ്രൊമിനൻസ് കൊടുത്തത്. ഭക്തി വിനോദ് ഠാക്കൂറിന്റെ മീതാരാണ്? ജഗന്നാഥ് ദാസ് ബാബാജി മഹാരാജ് അല്ലെ. അപ്പോ ഭക്തി വിനോദ് ഠാക്കൂറിന്റെ മഹാരാജിന്റെ ആക്ച്വലി ദീക്ഷാഗുരു അല്ല ബാബാജി മഹാരാജ്, ജഗന്നാഥ് ദാസ് ബാബ, ഇൻസ്ട്രക്ടിങ് സ്പിരിച്വൽ മാസ്റ്റർ. അപ്പൊ അതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് ശിക്ഷാ സമ്പ്രദായം. ദീക്ഷ തീർച്ചയായിട്ടും വേണം, ദീക്ഷ ഇല്ലാണ്ട് നടക്കില്ല. അപ്പൊ ഇവർക്കൊക്കെ ഗൗരകിഷോർ ബാബാജി മഹാരാജനുണ്ട് ദീക്ഷാഗുരു, അതുപോലെ ഭക്തി വിനോദ് ഠാക്കൂറുണ്ട് ദീക്ഷാഗുരു. പക്ഷെ ഇവിടെ ആ പരമ്പരയിൽ ആരവിട്ടിട്ട് പ്രൊമിനന്റ് ആയിട്ട് ശിക്ഷാഗുരു അവിടെ നിൽക്കുന്നത്. അപ്പോൾ ശിക്ഷാഗുരുവിന്റെ പേര് അപ്പൊ പ്രഭാതര ആ 32 നമ്മുടെ ഭഗവത്ഗീതയിൽ കൊടുത്തിട്ടുള്ള 32 അതിൽ പലതും എല്ലാം ദീക്ഷാഗുരു അല്ല, പലതും ശിക്ഷാഗുരുക്കളാണ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് മെയിനായിട്ട് ശിക്ഷാ സമ്പ്രദായം എന്ന് പറയത്തേ ഉള്ളൂ. അപ്പോൾ വൺ ഷുഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് എ പേഴ്സൺ ഹൂ ഇസ് റിലക്റ്റന്റ് ടു അക്സെപ്റ്റ് എ സ്പിരിച്വൽ മാസ്റ്റർ ആൻഡ് ബി ഇനീഷ്യേറ്റഡ് ഈസ് ഷുഡ് ടു ബി ബാഫിൾഡ് ഇൻ ഹിസ് എൻഡെവർ ടു ഗോ ബാക്ക് ടു ഗോഡ്. അപ്പോൾ ഏതൊരു വ്യക്തിയാണ് ഒരു ദീക്ഷ ആ സമ്പ്രദായത്തിൽ വരാത്തത്, ദീക്ഷ എടുക്കാത്തത്, തീർച്ചയായിട്ടും ദേ വിൽ ബി ബാഫിൾഡ്. അവരും ഭ്രമത്തിൽ വീഴുമെന്ന് പറയും. കാരണം തിരിച്ച് അവരെ ഡയറക്റ്റ് ചെയ്യാനും അവരെ അനുഗ്രഹിക്കാനും ഹീ ഈസ് വൗച്ചിങ് ഫോർ ദ ഡിവോട്ടി. റെസ്പോൺസിബിലിറ്റി എടുക്കണ്ടേ? സോ അപ്പൊ ദീക്ഷ തരുമ്പോഴാണ് ആ ദീക്ഷ ഗുരുവാണ് അതിന്റെ ഉത്തരവാദിത്വം. ഈ ഡിസൈപ്പിളിനെ, ഈ ശിഷ്യനെ ഞാൻ എന്ത് ചെയ്യും? ഭഗവത്ധാമിലേക്ക് കൊണ്ടുപോകാനുള്ള റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ദീക്ഷാഗുരു ചെയ്യുള്ളൂ. മറ്റത് ശിക്ഷ തരുമായിരിക്കും. പക്ഷെ നമ്മളെ ഭഗവത്ധാമിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ആരാണ്? ദീക്ഷാഗുരുവാണ്. അപ്പൊ അതാണ് പറയുന്നത്, വൺ ഹൂ ഈസ് നോട്ട് പ്രോപ്പർലി ഇനീഷ്യേറ്റഡ് മേ പ്രസന്റ് ഹിംസെൽഫ് എ ഗ്രേറ്റ് ഡിവോട്ടി, നല്ല ഡിവോട്ടി, പക്ഷേ ഈസ് ഷുവർ ടു എൻകൗണ്ടർ മെനി സ്റ്റംബ്ലിംഗ് ബ്ലോക്സ്.
on the path of progress towards spiritual realization. ഒരുപാട് വിഘ്നങ്ങളുണ്ടായിരിക്കും ആധ്യാത്മിക ആ പുരോഗമനത്തില്. With the result that he must continue his term of material existence without relief. Such a helpless person is compared to a ship without a rudder. For such a ship can never reach its destination. അങ്ങനെ ഒരു ക്യാപ്റ്റൻ ഇല്ലാത്തൊരു ഷിപ്പ് പോലെ, അല്ലെങ്കിൽ റഡർ ഇല്ലാത്ത ഒരു ഷിപ്പിന് നേവിഗേറ്റ് ചെയ്യണ്ടേ, അതിനെ നയിക്കണ്ടേ. ഒരു സാഗരത്തിലൊരു എന്താ പറയുക, ഓഷ്യനില് ഷിപ്പുണ്ട്, ഏത് ഡയറക്ഷനിലേക്ക് പോകണമെന്ന് അറിയില്ല, അതിന് റഡർ വേണം, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പെർട്ട് ക്യാപ്റ്റൻ വേണം. അപ്പോൾ അങ്ങനെ ഒരു റഡറോ ക്യാപ്റ്റനോ ഇല്ലാത്തൊരു ഷിപ്പിനെ പോലെ ആയിരിക്കും, ഷിപ്പിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ആയിരിക്കും ആരെ ദീക്ഷ സ്വീകരിക്കാത്ത ഒരു ഭക്തൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഇംപാരറ്റീവ് therefore that one accept a spiritual master if he at all decides to gain the favor of the Lord. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ദീക്ഷ സ്വീകരിക്കണം, ഭഗവാന്റെ ആ ഒരു ഫേവർ കിട്ടുന്നുണ്ടെങ്കിൽ. ദ സർവീസ് ഓഫ് ദ സ്പിരിച്വൽ മാസ്റ്റർ ഇസ് എസെൻഷ്യൽ. പ്രഭുപാദർ പർപ്പോട്ടാണ്, പ്രഭുപാദർ സ്വയമാണ് പറയുന്നത്, ദീക്ഷ എടുക്കാണ്ട് നമുക്ക് യാതൊരു വഴിയില്ല. If there is no chance to serve the spiritual master directly, devotee should serve him by remembering his. അപ്പോൾ വപ്പു സേവ, വാണി സേവ. അപ്പൊ എല്ലാവർക്കും വപ്പു സേവ കിട്ടിക്കൊണ്ട് നിർബന്ധമില്ല, ഫിസിക്കൽ സർവീസ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? വാണി സേവ, ഇൻസ്ട്രക്ഷൻ, അതായത് തന്റെ ഗുരുവിന്റെ വാണി സേവ നമ്മൾ ഫോളോ ചെയ്യണം. There is no difference between the spiritual master's instruction and the spiritual master himself. In his absence, therefore, his words of direction should be the pride of the disciple. പ്രഭുപാദ പറയുന്നുണ്ട്, I will live in my books for another 10,000 years. And this will be law book for another 10,000 years. So Prabhupada is the present. അപ്പൊ അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ നമുക്ക് വാണിയിലൂടെ, അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന വാണിയിലൂടെ ഇൻസ്ട്രക്ഷൻ നമുക്ക്, ഫിസിക്കൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഇൻസ്ട്രക്ഷൻ സെർവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് it's a must. If one thinks that he is above consulting anyone else, including a spiritual master, he is at once an offender at the lotus feet of the Lord. Such an offender can never go back to Godhead. It is imperative that a serious person accept a bona fide spiritual master in terms of the shastric injunctions. എന്താണ് ശാസ്ത്രത്തിൽ പറയുന്നത്? ഒരു ഗുരു എങ്ങനെ നമ്മൾ സ്വീകരിക്കണം, അത് പ്രകാരം നമ്മൾ ഗുരുവിൻ്റെ ദീക്ഷ മേടിക്കണം. ശ്രീ ജീവ ഗോസ്വാമി advises that one not accept a spiritual master in terms of hereditary or customary social and ecclesiastical convention. അതായത് ജീവഗോസ്വാമി നമ്മളെ ബോണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു നമ്മുടെ വീട്ടിലൊരു പരമ്പരായ ഒരു റിച്വലിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഇത് കാര്യമില്ല. യു ഷുഡ് ഹാവ് ദ പ്രോപ്പർ ക്വാളിഫിക്കേഷൻ ടു ബിക്കം ഗുരു. ഓക്കെ, ആ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഗുരുവിന്റെ എല്ലാ യോഗ്യതകളും വേണം. ആരെങ്കിലും ഗുരുവായിട്ട് വരില്ല. അപ്പൊ അങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് പരമ്പരയായിട്ട് വരുന്ന ഇതെന്റെ ഗുരു, അത് എന്റെ ഗുരു, പക്ഷെ അവർക്ക് ഗുരുവിന്റെ യോഗ്യത ഇല്ലെങ്കിൽ കാര്യമില്ല. അപ്പൊ ഇതിനൊരു ഒരു സോഷ്യൽ കസ്റ്റമായിട്ടല്ല നോക്കേണ്ടത്. ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. കാരണം അദ്ദേഹമാണ് നമ്മളെ ഈ ഭൗതിക ലോകത്തു നിന്നും ആധ്യാത്മിക ലോകത്തിലേക്ക് കരകയറ്റാൻ പ്രാപ്തിയുള്ള ആള്. സോ വൺ ഷുഡ് സിംപ്ലി ട്രൈ ടു ഫൈൻഡ് a genuinely qualified spiritual master for actual advancement in spiritual understanding. അതുകൊണ്ട് genuinely qualified spiritual master നമ്മൾ ഒരു എന്താണ് പറയുക, ഒരു വളരെ ഒരു ലൈറ്റായിട്ട് എടുക്കാൻ പാടില്ല. അത് ഓക്കെ, ഇത് വളരെ ലൈറ്റായിട്ട് എടുക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഇതൊരു സീരിയസ് സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ജെന്യുവൻലി ക്വാളിഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ. വേറൊരു പ്രത്യേകിച്ചുള്ള ഒരു അജണ്ടയും സ്പിരിച്വൽ മാസ്റ്റർക്ക് പാടില്ല. His only aim is to deliver the disciples from this material existence. പേരും പ്രശസ്തിയും പൂജ ലാഭ പ്രതിഷ്ഠ അതല്ല, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുക. ഡിസൈപ്പിളിൻ്റെ എനിക്ക് കുറെ പൈസ കിട്ടും, അല്ലെങ്കിൽ അത് ആ ഡിസൈപ്പിൾ ത്രൂ എനിക്ക് ലാഭ പൂജ പ്രതിഷ്ഠ അഡോറേഷൻ അപ്രീസിയേഷൻ ഗ്ലോറിഫിക്കേഷൻ ഇതിനു വേണ്ടിയിട്ടാണ്. അല്ല, ഹിസ് ഓൺലി ഇന്റൻഷൻ ടു ഡെലിവർ ഹിസ് ഡിസൈപ്പിൾസ്. നോ പേഴ്സണൽ മോട്ടീവ്സ്, സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും പാടില്ല. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. അതേപോലെ ഡിസൈപ്പിൾസിനും വേണം. ഗുരുവിനും യോഗ്യത വേണം,
ഡിസൈപ്പിൾസിനും യോഗ്യത. ഗുരു എന്താ പറയുന്നത് ഡിസൈപ്പിൾസ് അക്ഷരാർത്ഥത്തിൽ പാലിക്കുക തന്നെ വേണം. അപ്പോഴവിടെ ആ ഗുരു ശിഷ്യ ബന്ധം ശരിക്കും എസ്റ്റാബ്ലിഷ് ആവുന്നു. അപ്പൊ ഇതാണ് അവിടെ വളരെ എംഫറ്റിക്കലായിട്ട് ജീവഗോസ്വാമി നമുക്ക് പറയുന്നത്. ടു ട്രൈ ടു ഫൈൻഡ് എ ജെന്യുൻലി ക്വാളിഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ ഫോർ ആക്ച്വൽ അഡ്വാൻസ്മെന്റ് ഇൻ സ്പിരിച്വൽ. ശരിക്കും നമുക്ക് ആധ്യാത്മിക തലത്തില് ആ പുരോഗതി വേണമെന്നെങ്കിൽ നമ്മൾ ദീക്ഷ എടുത്തിരിക്കണം. ആ ദീക്ഷ ഗുരുവിന് മാത്രമേ നമുക്ക് സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റാൻ പറ്റുള്ളൂ. അത് ജെന്യുൻ ആയിരിക്കണം, ആ ഒരു ക്വാളിഫൈഡ് ആയിരിക്കണം ഗുരു. അപ്പോൾ ഇത് ഇത്രയും വളരെ ക്ലിയർ ആയിട്ട് പ്രഭാതായി പർപ്പട്ടിൽ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ ഗുരുവിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പ്രാധാന്യമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे। हरे हरि हरे कृष्णा हरे कृष्ण प्रभु. हरे कृष्णा.